നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ലിയണൽ മെസ്സിയെക്കുറിച്ച് എത്ര പറഞ്ഞാലാണ് മതിയാവുക അല്ലേ? എത്രയോ കാര്യങ്ങൾ പറയാനിരിക്കുന്നു മെസ്സിയെക്കുറിച്ച്. എന്നും മെസ്സി മയമാണ്. മെസ്സിയെക്കുറിച്ച് അല്ലാതെ ഫുട്ബോളിൽ ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവില്ല അല്ലേ? ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മനുഷ്യർ. ആ മെസ്സി ഈ ഇടയ്ക്ക് ഒരു വലിയ നേട്ടത്തിനുടമയായി. അതെന്താണ്? അത് ഗോൾ അസിസ്റ്റുകളുടെ, അതായത് മറ്റ് കളിക്കാർക്ക് ഗോളടിക്കാൻ വഴിയൊരുക്കിയതിൻ്റെ റെക്കോർഡാണ് മെസ്സി നേടിയത്. കരിയറിൽ ഫുട്ബോളിൽ ഇന്നേ വരെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഗോൾ അസിസ്റ്റുകൾ മറ്റ് കളിക്കാർക്ക് ഗോളടിക്കാനുള്ള അവസരം ഒരുക്കിയ താരമായി ലിയണൽ മെസ്സി മാറി. 405 ഗോൾ അസിസ്റ്റുകളാണ് കരിയറിൽ ഇതുവരെ ലിയണൽ മെസ്സി ചെയ്തത്. 405 ഗോൾ അസിസ്റ്റുകൾ. ഹംഗറിയുടെ ഇതിഹാസ താരമായ ഫെറൻസ് പുസ്കാസ് എന്ന ഇതിഹാസ താരം നേടിയ ഗോൾ അസിസ്റ്റുകളുടെ എണ്ണം 404 അതിനെയാണ് ലിയണൽ മെസ്സി മറികടന്നത്. സാക്ഷാൽ പെലെ, ബ്രസീലിൻ്റെ ലോക ഫുട്ബോളിലെ എക്കാലത്തെയും വലിയ ഇതിഹാസം പെലെ നേടിയ ഗോൾ അസിസ്റ്റുകൾ എന്ന് പറയുന്നത് 369. ഈ സ്വയം ഗോൾ അടിക്കുക എന്നത് വലിയ കാര്യമായിട്ട് ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ മെസ്സി തന്നെ അർജൻറ്റീനയ്ക്ക് വേണ്ടി 100-ലധികം ഗോൾ നേടിയിട്ടുള്ള ഒരാളാണ്. കരിയറിൽ ഒരുപാട് ഗോൾ അടിച്ചിട്ടുണ്ട്, ഒരുപാട്. പക്ഷേ മറ്റൊരാൾക്ക് ഗോളടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നതുപോലൊരു മഹത്തായ പ്രവൃത്തി ഫുട്ബോളിൽ ഇല്ല. അതായത് വേറൊരു കളിക്കാരന് അവനവൻ തന്നെ ഗോളടിക്കാൻ പ്രാപ്തനാണെന്ന് ഇരിക്കെ തന്നെ മറ്റുള്ളവർക്ക് ഗോളടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് വലിയ മനസ്സുള്ളവർക്ക് കൂടി വേണം. ആ വലിയ മനസ്സുകൂടി വേണം. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് മാത്രമല്ല, വലിയ മനസ്സുകൂടി വേണം. അത് ചെയ്യുന്ന ഒരാളാണ് ലിയണൽ മെസ്സി. ലിയണൽ മെസ്സിയുടെ സ്വഭാവം നമുക്കറിയുന്നതാണ്. ലിയണൽ മെസ്സിയുടെ പ്രകൃതം നമുക്കറിയുന്നതാണ്. അവനവന് സ്വയം അടിക്കാവുന്ന ഗോളുകൾ പോലും അയാൾ മറ്റുള്ളവരെ കൊണ്ട് അടിപ്പിക്കുന്ന ഒരു കളിക്കാരനാണ്. മറ്റുള്ളവർക്ക് പാസ് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് അടിപ്പിക്കുന്ന ഒരു കളിക്കാരനാണ് ലിയണൽ മെസ്സി. ഗോൾ അസിസ്റ്റുകളുടെ റെക്കോർഡ് ഇട്ട് വന്നപ്പോൾ ആർക്കും അത്ര അത്ഭുതമൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. കാരണം മെസ്സിയുടെ ഒരു സ്വഭാവം തന്നെ അങ്ങനെയാണ്. മെസ്സിക്ക് സ്വയം ഗോൾ അടിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ ഗോൾ അടിപ്പിക്കുന്നതിലാണ് ആനന്ദം. യഥാർത്ഥത്തിൽ ഫുട്ബോളിൻ്റെ ഭംഗിയും ഫുട്ബോളിൻ്റെ തൃപ്തിയും ഉൾക്കൊള്ളുന്നത് മറ്റൊരാളെ കൊണ്ട് ഗോളടിപ്പിക്കുന്നതിലാണ്. നമ്മൾ ഗോളടിക്കുന്നതിലല്ല, മറ്റൊരാളെ ഗോളടിപ്പിക്കുന്നതിലാണ്. അതിലൊരു വല്ലാത്ത ഹരവും ആനന്ദവുമുണ്ട്. ആ ആനന്ദം മനസ്സ് നിറയെ ആസ്വദിക്കുന്ന ഒരു കളിക്കാരനാണ് ലിയണൽ മെസ്സി. അദ്ദേഹം എല്ലാം കൊണ്ടും ഒരു ഇതിഹാസമായി മാറുന്നത് കളിയിലെ പ്രതിഭ, ഒപ്പം തന്നെ കളിക്കളത്തിലെ പെരുമാറ്റ രീതി, ഇത്തരം വിനയപൂർവമായ കാര്യങ്ങൾ. ഒരിക്കലും അയാൾ ഞാനൊരു ഭയങ്കരനാണ്, ഞാനൊരു അസാമാന്യനാണ് എന്ന് എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല. അദ്ദേഹം അതിന് പകരം മറ്റ് കളിക്കാർ ഗംഭീര കളിക്കാരാണ്, അവർ അസാമാന്യ കളിക്കാരാണ് എന്ന് പറയുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത്രയും അതൊരു അഭിനയമല്ല. ആ വിനയം എന്ന് പറയുന്ന അയാളുടെ രക്തത്തിലുള്ളതാണ്, അയാളുടെ ഉള്ളിലുള്ളതാണ്. അയാൾ എപ്പോഴും അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള കൃത്രിമമായ ഒന്നല്ല, അത് അയാളിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള, അയാളിൽ ഉൾച്ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിനയത്തിന് അയാൾ എത്രയോ തവണ ചീത്ത വിളി കേട്ടിരിക്കുന്നു ആരാധകരുടെ. എന്തിനാണ് സ്വയം അടിക്കേണ്ട ഗോളുകൾ മറ്റുള്ളവരെ കൊണ്ട് അടിപ്പിക്കുന്നത് എന്ന് ആരാധകരെ കൊണ്ട് ചീത്ത വിളിപ്പിക്കുന്ന, അതായത് നല്ല കാര്യം ചെയ്തിട്ട് ചീത്ത വിളി കേൾക്കുന്ന, അത് സ്നേഹപൂർവ്വമുള്ള ചീത്തവിളിയാണ്, അല്ലാതെ ഉള്ളൊരു ചീത്തവിളിയല്ല. ആ ചീത്തവിളി കേൾക്കുന്ന, സ്നേഹപൂർവ്വമുള്ള ചീത്തവിളി ധാരാളമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ലിയണൽ മെസ്സി. എപ്പോഴും അയാൾ കളിയെ റീഡ് ചെയ്യുന്ന, വായിച്ചെടുക്കുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ഗോൾ അസിസ്റ്റുകൾ കൂടി. അയാൾ സ്വയം ഇങ്ങനെ ഗ്രൗണ്ടിൽ മൈതാനത്ത് ഒഴുകി പരക്കുക എന്നതിനോടൊപ്പം തന്നെ മറ്റൊരാളെ കൊണ്ട് എങ്ങനെ ഗോൾ അടിപ്പിക്കാം. കളിക്കളത്തിൽ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുമ്പോൾ അത് നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു കളിക്കാരനെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്നതിലുള്ള അയാളുടെ വിരുദ് അതിഭയങ്കരമാണ്. ഏഞ്ചൽ ഡി മരിയ പറഞ്ഞിട്ടുണ്ട്, മെസ്സി കളിയിൽ അയാൾ എവിടുന്ന് ഒരു ബോൾ പാസ് ചെയ്താലും കൃത്യമായിട്ട് അത് എത്തേണ്ട ആളുടെ അടുത്ത് എത്തുമെന്ന്. ഒരിക്കലും അത് പിഴക്കാറില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഡി മരിയ തന്നെ പറയുന്നുണ്ട്. ഡി മരിയ, മെസ്സിക്ക് അറിയാം ഡി മരിയ എവിടെ ഉണ്ടാകും, എവിടേക്ക് ആ പന്ത് കൊടുക്കണം. ആ പന്ത് കൊടുത്താൽ മറ്റൊരാളുടെ കാലിൽ എത്തില്ല, അത് ഡി മരിയയുടെ കാലിൽ തന്നെ കൃത്യമായിട്ട്. അത് എങ്ങനെ ചെയ്താലും എവിടുന്ന് ചെയ്താലും അത് ഡി മരിയ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കളിക്കാരനാണ് മെസ്സി. ഒരു സാധാരണ കളിക്കാരൻ വായിച്ചെടുക്കുന്നത് പോലെ അല്ല കളി വായിച്ചെടുക്കുന്നത്. അതിനപ്പുറത്തേക്ക് വേറൊരു തലത്തിൽ വേറൊരു ക്രിയേറ്റിവിറ്റി ഉണ്ട് അതിൽ.
വേറൊരു തലം, സർഗാത്മകതയുടെ വേറൊരു തലമുണ്ട് അതിന്. അയാളുടെ ആ വെട്ടിയൊഴിഞ്ഞുള്ള ആ പോക്കിൽ നിന്ന് അയാൾക്ക് കൃത്യമായ ധാരണയുണ്ട് എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ മറ്റൊരാൾക്ക് ഈ പന്ത് കൊടുക്കണം, എങ്ങനെ അയാളെ കൊണ്ട് ഗോൾ അടിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അതാണ് ഡി മരിയ പറഞ്ഞത്. മെസ്സിക്ക് അറിയാം, മെസ്സി ഇപ്പോൾ ഇനി തല താഴ്ത്തിയിട്ടാണ് പന്ത് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ പോലും അത് കൃത്യമായി എത്തേണ്ട ആളുടെ കാലിൽ തന്നെ എത്തിയിരിക്കും. അതാണ് മെസ്സി. അതാണ് മെസ്സിയും നിലവിലെ മറ്റു താരങ്ങളും തമ്മിലുള്ള വ്യത്യാസം. മെസ്സിയായും മറ്റുള്ളവരായി നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. അസാധാരണമായ ഉൾക്കാഴ്ചയാണ് ലിയണൽ മെസ്സി എന്ന പ്രതിഭയ്ക്ക്. കളിയെ അയാൾ വളരെ മുന്നേ തന്നെ വായിച്ചെടുക്കുകയും വളരെ ദൂരെയുള്ള കാര്യങ്ങളെ അയാൾ വളരെ നേരത്തെ മുൻകൂട്ടി കാണുകയും ചെയ്യുകയും അതിനനുസരിച്ച് കളി രൂപപ്പെടുത്തിയെടുക്കുകയും അതുപോലെ കൃത്യമായി പാസുകൾ നൽകുകയും അതുപോലെ കൃത്യമായി മറ്റുള്ളവരെ കൊണ്ട് ആ പാസിലൂടെ ഗോൾ അടിപ്പിക്കുകയും ചെയ്യുന്ന കളിക്കാരനാണ് ലിയണൽ മെസ്സി. അപ്പോൾ ആ മെസ്സി മറ്റുള്ളവരെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നതിൽ ഒരു അത്ഭുതവും ഇല്ല. അയാൾ സ്വയം അടിക്കുന്നതിനേക്കാൾ അയാൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരെ കൊണ്ട് അടിപ്പിക്കുന്നതിലാണ്. യഥാർത്ഥത്തിൽ ഫുട്ബോൾ, നേരത്തെ പറഞ്ഞതുപോലെ ഫുട്ബോളിൻ്റെ സന്തോഷം തന്നെ ഇരിക്കുന്നത് നമ്മൾ ഗോൾ അടിക്കുന്നതിലല്ല, മറ്റൊരാളെ കൊണ്ട് ഗോൾ അടിപ്പിക്കുകയും അത് ടീമിനെ ജയിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ്. ലോകത്തെ ഫുട്ബോൾ ഉണ്ടായ ഈ കാലത്തിനുള്ളിലെ ഏറ്റവും വലിയ ഗോൾ അസിസ്റ്റുകൾ നടത്തിയത് മെസ്സിയാണ് എന്ന് പറയുമ്പോൾ മെസ്സി ഏത് തലത്തിലാണ് നിൽക്കുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. മെസ്സി എങ്ങനെയൊക്കെയാണ് ഈ അസിസ്റ്റുകൾ നടത്തുന്നത്, എങ്ങനെയൊക്കെയാണ് ഗ്രൗണ്ടിൽ മൈതാനത്ത് ഏതൊക്കെ മൂലയിലാണ്, ഏതൊക്കെ കോണുകളിലാണ്, ആരൊക്കെയാണുള്ളത് എന്നതിനെക്കുറിച്ച് അയാളുടെ മനസ്സിൽ കൃത്യമായൊരു കണക്കുകൂട്ടലുണ്ട്. കൃത്യമായി അയാളുടെ മനസ്സിൽ അയാൾ വരച്ചിട്ടിട്ടുണ്ട്. ആ വര കൃത്യമാണ്. അത് ആർക്കാണോ കൊടുക്കുന്നത് അയാളുടെ കാലിൽ തന്നെ കൃത്യമായി എത്തിയിരിക്കും. ഇതുകൊണ്ടാണ് മെസ്സി ഒരു അതുല്യ പ്രതിഭയാണെന്ന് ലോകത്തെ എല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്നത്. അതുകൊണ്ടാണ് അയാൾ എക്കാലത്തെയും മികച്ചവനെന്ന് മിക്കവാറും ആളുകളൊക്കെ വിചാരിക്കുന്നതിൻ്റെ കാരണം അതാണ്. അയാൾ ഫുട്ബോൾ കളിക്കുന്നതിൻ്റെ ഒരു ഭംഗി, മനോഹാരിത, ചാരുത ഒക്കെ വേറെയാണ്. അയാൾ ഇങ്ങനെ ഈ എണ്ണ ഒഴുകിയാൽ ഇങ്ങനെ പരക്കുന്നത് പോലെ മൈതാനത്ത് മുഴുവൻ ഇങ്ങനെ പരന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അത് വെറുതെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ഒഴുകി പരക്കുകയാണ് ചെയ്യുക. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് മെസ്സി വെട്ടി ഒഴിഞ്ഞ് പോകുന്നത്. എന്ത് രസമാണ് ആ കളി കാണാൻ. അപ്പം അങ്ങനെയുള്ള ഒരു രാജകുമാരൻ, ഫുട്ബോളിലെ എക്കാലത്തെയും വലിയ രാജകുമാരൻ, അയാൾ 2026 ലോകകപ്പിലേക്ക് ഇനി 6 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ അയാൾ ഇപ്പോഴും പ്രഖ്യാപിച്ചിട്ടില്ല താൻ കളിക്കുമോ ഇല്ലയോ എന്നൊന്നും. അതാണ് അയാളുടെ പ്രത്യേകത. അയാൾ നേരത്തെ കൂട്ടി അത് പറയുന്നില്ല. അയാളുടെ ശരീരം സ്ഥിരമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ശരീരം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഘട്ടത്തിൽ മാത്രമേ പറയുള്ളൂ. അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് പോലും അയാൾ അത് പറഞ്ഞിട്ടില്ല, ഞാൻ കളിക്കുമോ ഇല്ലയോ എന്നുള്ളത്. അയാൾ ആ ഘട്ടത്തിൽ മാത്രമേ പറയുള്ളൂ. അത് ഈ ഗോൾ അസിസ്റ്റുകൾ മറ്റൊരാളെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്ന സ്വഭാവമുള്ളതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാര്യങ്ങളൊക്കെ. കാരണം അയാൾ ഒരിക്കലും ടീമിന് താനൊരു ബാധ്യത ആകരുത് എന്ന് കരുതുന്നുണ്ട്. തനിക്ക് പൂർണ്ണമായും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന, പൂർണ്ണമായും ടീമിന് സംഭാവന ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ അയാൾ കളിക്കുകയുള്ളൂ. അത് ഈ മറ്റൊരാളെ കൊണ്ട് ഗോൾ അടിപ്പിക്കുന്ന പോലെ തന്നെയുള്ള തുല്യമായ ഒരു സ്വഭാവമാണ്. അതുകൊണ്ടാണ് അയാൾ ഇപ്പോഴും പ്രഖ്യാപിക്കാത്തത്. അയാൾക്ക് 100% ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ എന്നെ കൊണ്ട് കളിക്കാൻ കഴിയും, എനിക്ക് രാജ്യത്തിന് വേണ്ടി സംഭാവന നൽകാൻ പറ്റും എന്ന ഘട്ടത്തിൽ അയാളത് പ്രഖ്യാപിക്കുകയും ചെയ്യും. ലോകത്ത് എമ്പാടുമുള്ള ആളുകൾ കരുതുന്നത് ലിയണൽ മെസ്സി 2026 ലോകകപ്പ് കളിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ ആ കളിയിലേക്ക് പോകുമ്പോൾ ഒരു അവസാന തവണ കൂടി ലോകത്തെ ഫുട്ബോൾ ആരാധകർക്ക്, ഫുട്ബോൾ ഭ്രാന്തന്മാർക്ക്, ഫുട്ബോളിനെ അത്രയധികം സ്നേഹിക്കുന്നവർക്ക് ആ കുഞ്ഞു മനുഷ്യൻ്റെ പ്രതിഭ ഒരിക്കൽ കൂടി അയാൾ മൈതാനത്ത് ഒഴുകിപ്പരക്കുന്നത് ഒരിക്കൽ കൂടി ഒരു ലോകവേദിയിൽ കാണാനുള്ള അവസാനത്തെ അവസരമാണ്. ആ അവസരം മെസ്സി ഒരിക്കൽ കൂടി ലോക ജേതാവാകുന്നതിൽ അവസാനിക്കും. അങ്ങനെ ആ ഒരു മഹത്തായ കരിയർ ആ രീതിയിൽ അവസാനിക്കും. അങ്ങനെ ഒരു മികച്ച യാത്രയപ്പ് അദ്ദേഹത്തിന് കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.